ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ലെങ്തി ആയിട്ടുള്ള എന്താണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇതായിരുന്നു. സോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ചോദിച്ചായിരുന്നു മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു. സാർ പറഞ്ഞ പോലെ ലെവൽസ് എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തു, ആ ലെവൽസ് ഒക്കെ കിട്ടിയായിരുന്നു, ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെയുള്ള കുറേ നല്ല നല്ലതായ റിപ്ലൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ മാർക്കറ്റിൽ നിന്ന് ഓഫ് എടുത്ത് മാറി നിൽക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ മാർക്കറ്റിൽ എനിക്ക് റേഞ്ച് പൊട്ടാത്തതുകൊണ്ട് എന്താണ് എനിക്കൊരു ട്രേഡ് ചെയ്യാൻ ഒരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലേക്ക് ഞാൻ കൃത്യമായിട്ട് എന്താണ് ഒരു ഓഫ് എടുത്തിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു മാർക്കറ്റ് എന്താണ് ഒന്നുകിൽ 24,700 ഭാഗത്തോ അല്ലെങ്കിൽ 25,200 ഭാഗത്തോ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് എക്സ്പയറി ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. അതിന് പിന്നിലുള്ള റീസൺ പല എന്നോട് ചോദിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ റീസണിന്റെ കാരണം നിങ്ങളടുത്ത് എല്ലാം ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നമ്മളെ മാർക്കറ്റിന് ഒരു കൃത്യമായ ഒരു കണ്ടീഷൻസ് ഉണ്ട്. പ്യുവർലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം എപ്പോഴും മാർക്കറ്റ് ടെൻ ടു ക്ലോസ് നിയർ വാല്യൂ ഏരിയ ഹൈയോ അല്ലെങ്കിൽ ട്രെൻഡിങ് അപ്വേർഡും കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ ആ ഒരു വാല്യൂ ഏരിയയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം മന്ത്ലി ഡേറ്റ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ മന്ത്ലിയുടെ ഡേറ്റ. കഴിഞ്ഞ ഈ മാസത്തെ നമ്മുടെ മാർക്കറ്റിന്റെ കൃത്യമായി കഴിഞ്ഞ മാസം നമ്മുടെ മാർക്കറ്റ് എന്തായിരുന്നു, നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ട് മാർക്കറ്റ് ആ ഒരു വാല്യൂ ഏരിയ ലോ 24,557 ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ആശാൻ എന്താണ് ഒരു പോയി ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയമാണ് കൃത്യമായി സംഭവിച്ചത്. അപ്പൊ നമ്മുടെ പി ഒ നിൽക്കുന്നതാണ് 24,800 ഭാഗത്ത്. നമ്മുടെ വാല്യൂ ഏരിയ ഹൈ നിൽക്കുന്ന 25,000 ഭാഗത്താണ്. നിഫ്റ്റി 24,976 ഭാഗത്താണ് വാല്യൂ ഏരിയ ഹൈ നിൽക്കുന്നത്. സോ യൂഷ്വലി മാർക്കറ്റ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു സെറ്റപ്പ് പ്രകാരം അല്ലെങ്കിൽ ക്ലോക്ക് ട്രേഡിംഗ് ഇങ്ങനെ ഉള്ള ഒരു കൃത്യമായ ലെവൽ പ്രകാരം ലോവർ സോൺ എന്താണ് ലോവർ ആയിട്ടുള്ള മാർക്കറ്റ് ടെൻഡിങ് അപ്വേർഡ് ആകുന്ന സമയത്ത് എപ്പോഴും ലോവർ വോളിയം നടന്ന സ്ട്രക്ചർ ഏരിയയിൽ മാർക്കറ്റ് കയറാൻ ശ്രമിക്കും. കാരണം മാർക്കറ്റ് 24 താഴെ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ ഹയർ സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് കയറുവാൻ ശ്രമിക്കുക. അതാണ് മാർക്കറ്റ് പ്രൊഫൈലിലെ തിയറി അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിലെ സെറ്റപ്പ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വർഷങ്ങളായി നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് എന്താണ് മാർക്കറ്റ് അപ്പൊ കുറച്ച് എന്നെ സംബന്ധിച്ച് 25,000 മുകളിൽ 25,200 വരെ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് എന്താണ് നമ്മളിവിടെ വോളിയം പ്രൊഫൈൽ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഒരു ഭാഗം ഉണ്ട്. ആ എക്സ്റ്റൻഡ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വോളിയം പ്രൊഫൈൽ ഇടാൻ പറ്റും. വോളിയം പ്രൊഫൈൽ നമുക്ക് ഇടുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റിന്റെ വാല്യൂ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ലെവൽ എങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ആ ഒരു സെറ്റപ്പ് എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഈ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും, മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അനോമലീസുകൾ ഫില്ല് ചെയ്യുക. അനോമലീസ് എന്ന് പറഞ്ഞാൽ ലോവർ വോളിയം സ്ട്രക്ചേഴ്സ്. മാർക്കറ്റ് ഒറ്റയടി കയറിപ്പോയി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് പ്രൊഫൈൽ താഴത്തെ ഈ ഭാഗത്തെല്ലാം മാർക്കറ്റ് ആവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രം 25,000 തൊട്ട് 25,100 അല്ലെങ്കിൽ 25,200 വരെ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് ഏരിയയിലും കൂടെ കുറച്ച് ഫില്ലിംഗ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് വോളിയം കുറവായ ഏരിയയാണ്, ഇവിടെ കുറച്ച് വോളിയം കുറവായ ഏരിയ ഒക്കെയാണ്. അപ്പൊ എന്ത് ചെയ്തു മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇന്നലെ ഈ ഭാഗത്തൊക്കെ വ്യക്തമായ രീതിയിൽ ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ നിഫ്റ്റി. നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് എന്താണ് ഒരു വോളിയം ഒരു മൂവ്മെന്റ് കൃത്യമായി തന്ന് ഈ ഒരു ഏരിയയുടെ ഭാഗത്തൊക്കെ സിംഗിൾ പ്രിന്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിഫ്റ്റി പോയത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ക്ലിയർലി പറയുകയാണെങ്കിൽ എന്താണ് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഈ ഭാഗത്ത് 784 ഭാഗത്ത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് അങ്ങ് കയറിപ്പോയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഫൈൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യം മനസ്സിലാവും. എക്ക് മുകളിൽ ബി പോയി, ബിക്ക് മുകളിൽ സി പോയി, പിന്നെ അവിടെ കുറച്ചു നേരം കിടന്ന് കളിച്ച് പിന്നെ വീണ്ടും കുറച്ച് കയറിയ ശേഷം ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഇന്നലെ FIS ഏകദേശം പറഞ്ഞ 7,500 കോടി രൂപയ്ക്ക് FIS ബൈ ചെയ്തിട്ടുണ്ട്. ആ ബൈ കൃത്യമായിട്ട് ഒരു സ്പൈക്ക് തന്നു. 25,082 തൊട്ട് 25,130 എന്ന് പറഞ്ഞ ഈ റേഞ്ച് വരെ ഒരു കൃത്യമായിട്ട് ഒരു സ്പൈക്കും തന്നിട്ടാണ് നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റിക്ക് അങ്ങനെ ഒരു സ്പൈക്ക് വന്നിട്ടില്ല. കുറച്ച് ചെറിയൊരു സ്പൈക്ക് എത്രയാണ് 56,259 തൊട്ട് 56,300
54 വരെ കുറച്ച് ഭാഗത്ത് ചെറിയൊരു സ്പൈക്കും ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. പക്ഷേ ഇവഞ്ച്വലി ബാങ്ക് നിഫ്റ്റിയിലും എന്താണ് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പൈക്ക് ഹൈയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു എന്താണ് ഒരു ഒരു എന്തുവാണ് ഒരു വാല്യൂ ഏരിയ 10 to ഹയർ ലെവലിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നു. അത് വ്യക്തമായിട്ട് മെനങ്ങാന്ന് ഞാനത് ഐഡന്റിഫൈ ചെയ്ത് എൻ്റെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ ഹിന്റും കൊടുത്തു. നിഫ്റ്റി ഒന്നുകിൽ നമ്മൾ 25,200 ഭാഗത്തേക്ക് വരാം, അല്ല എങ്കിൽ 24,700 ഭാഗം 780 740 ഭാഗത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ വ്യാഴാഴ്ചത്തെ വീഡിയോ ഞാൻ ഇട്ടത്. സോ അത് പ്രകാരം എപ്പോഴും ഓർത്തുള്ള മാർക്കറ്റ് ട്രെൻഡിങ് അപ്പോൾ താഴേക്ക് പോകാൻ ശ്രമിച്ച് നടന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമേ ചെയ്യാവുള്ളൂ. ഒന്നുകിൽ ആ റേഞ്ചിന്റെ ഭാഗത്ത് അവൻ ബാലൻസ് ചെയ്യും, അല്ല എങ്കിൽ അവൻ കയറിക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈൽ ആണെങ്കിൽ ഹയർ ഏരിയയിലുള്ള വാല്യൂയുടെ ഭാഗത്ത് അവൻ എന്ത് ചെയ്യും, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നിഫ്റ്റി ഈ സമയത്ത് ഇപ്പൊ എന്ത് ചെയ്യുന്നു, നിഫ്റ്റി 25,000-നും 25,200-നും ഇടയ്ക്കുള്ള ഒരു ബാലൻസ് ഫോർമേഷൻ ആണ് എനിക്ക് കൂടുതൽ ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പ്രതീക്ഷിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ആയ 25,400-ന്റെ ഭാഗത്തും എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ കുറിച്ച് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ടാണ് 25,400 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട അത് ആ ഒരു തമ്പനയിലിന്റെ ആൻസർ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തേക്ക്. എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ബൈഫർക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് മന്ത്ലി ഇയർലി പ്രൊഫൈലിനെ ആദ്യം വാച്ച് ചെയ്യുക, മന്ത്ലി പ്രൊഫൈലിനെ ആദ്യം വാച്ച് ചെയ്യുക, സെക്കൻഡ് വീക്ക്ലി വാച്ച് ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഡെയിലി ഒരു അസംഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പൊസിഷൻ സെറ്റപ്പ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു വ്യൂ എന്താണ് നിങ്ങളുടെ മനസ്സിൽ അതായത് ഹയർ ടൈം ഫ്രെയിമിലുള്ള പ്ലേയേഴ്സിന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഹയർ ടൈം ഫ്രെയിമിലുള്ള പ്ലേയേഴ്സിന്റെ മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് ആ പ്ലെയർ എങ്ങനെ പോകുന്നു, ആ ഒരു രീതികളൊക്കെ എങ്ങനെ കൃത്യമായിട്ട് അറിയാം. ആ പ്രൊഫൈൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന്റെ POC എവിടെ ഫോം ചെയ്തിരിക്കുന്നു, അതിന്റെ വാല്യൂ ഏരിയ എവിടെ ഫോം ചെയ്തിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വാല്യൂ ഏരിയ ഫോം ചെയ്യുമ്പോൾ എന്തായാലും POC അതിനകത്ത് വരണമല്ലോ. എപ്പോഴും POC വാല്യൂ ഏരിയക്കത്തെ വരാൻ പറ്റുള്ളൂ. അപ്പം വാല്യൂ ഏരിയ ഹയറിലേക്ക് മാർക്കറ്റ് ഫോം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വിചാരിക്കാം, മാർക്കറ്റ് ആ ഭാഗത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിന്റെ താഴേക്ക് പോയിട്ടില്ല എങ്കിൽ മാർക്കറ്റ് എന്താണ് നമ്മളെ മുമ്പിൽ ഹൈൻസൈറ്റ് തരുന്നത്, എടാ ഞാൻ മുകളിലോട്ടാണ് കയറാൻ പോകുന്നത്, ഡോൺ ഷോട്ട് ഹിയർ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഭാഗത്ത് ലോങ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് മാർക്കറ്റ് പറയണം നിങ്ങളുടെ അടുത്ത് എന്താണ്, നിങ്ങൾ ഇവിടെ ഷോർട്ട് ചെയ്യില്ലടാ എന്ന് മാത്രം മാർക്കറ്റ് വ്യക്തമായി നിങ്ങൾക്ക് ക്ലിയർ പിക്ചറായ ഒരു ആൻസർ തരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ എപ്പോഴും ഓർത്തോളൂ, ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു മന്തിൽ വരുന്ന സമയത്ത് നമ്മൾ ആ പർട്ടിക്കുലർ മന്തിന്റെ പ്രൊഫൈൽ ഒന്ന് വാച്ച് ചെയ്യണം. അതിന്റെ വാല്യൂ ഏരിയ POC ഒക്കെ ഫോർമേഷൻ എവിടെയാണ്, താഴെ വോളിയം ഇനിയും ഫില്ല് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ആൻസർ, നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ ഒരു ആൻസർ കിട്ടും. ഈ ആൻസർ ബൈ ദ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിൽ ട്രേഡിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാനുള്ള ട്രേഡ് സെറ്റപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് പറഞ്ഞാണ് എനിക്ക് പറയണമെന്ന് തോന്നി എന്ന് കുറെ ആൾക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ചോദിച്ചായിരുന്നു. അപ്പൊ ആ ചോദിച്ചതിന്റെ ആൻസർ ആണ് എനിക്ക് എന്റെ മന്ത്ലി ടൈം ഫ്രെയിമിൽ എന്താണ് ബാങ്ക് നിഫ്റ്റി എനിക്ക് കാണിക്കുന്നത്, നിഫ്റ്റി കാണിക്കുന്ന മന്ത്ലി ടൈം ഫ്രെയിമിൽ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റം കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് പറ്റിയത്, ഈ ഒരു ലെവലിൽ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ നിഫ്റ്റിയെ കുറിച്ചും പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും പറഞ്ഞത്. അപ്പൊ ഇത് കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഇയർലി വാച്ച് ചെയ്യണം, മന്ത്ലി വാച്ച് ചെയ്യണം, വീക്ക്ലി വാച്ച് ചെയ്യണം. എന്നിട്ട് ചെയ്യണം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്ന പൊസിഷൻ സെറ്റപ്പിലേക്ക് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക, എടുക്കുക, പോവുക, ആ ഒരു ക്വിക്ക് സ്കാൽപ്പിലേക്ക് പോകും. ഒരു പൊസിഷൻ സെറ്റപ്പ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ രീതിയിലേക്ക് ഓർത്ത് വച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടാതെ രക്ഷിക്കാം. പ്രോഫിറ്റ് വേണ്ട, അടി കിട്ടാതെ രക്ഷപ്പെട്ടാൽ തന്നെ അത് തന്നെ പൈസയാണല്ലോ. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. സോ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഒരു ട്രെൻഡ് പ്രൊഫൈൽ ഇല്ല. കാരണം ട്രെൻഡ് ആണെങ്കിൽ ഹയർ ഹൈസ് ഫോർമേഷൻ വന്ന് മാർക്കറ്റ് ഹയർ ഹൈസ് തന്നെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിഫ്റ്റിയിൽ ആ ഒരു ഫോർമേഷൻ ഞാൻ കണ്ടിട്ടില്ല. സോ ഓപ്പണിംഗ് ചെയ്ത ഭാഗത്ത് 24,780 ഭാഗത്ത് നിഫ്റ്റിയുടെ സ്പോട്ട് ഓപ്പൺ ചെയ്ത് ഒരു ട്രെൻഡ് ഓപ്പൺ ഡ്രൈവ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്, ഒരു ഓപ്പൺ ഡ്രൈവ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പീരീഡിൽ തന്നെ അവൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ടാർഗറ്റിന് മുകളിൽ പോയാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ POC വന്നിരിക്കുന്നത് 25,038 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ POC ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നു. ഈ POC എവിടെയാണ്, POC കിടക്കുന്ന 25,038 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC കിടക്കുന്നത്. അപ്പൊ ഞാൻ ആ POC ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മൾ 6 ഞാൻ മുകളിലോട്ട് കൊണ്ടുപോട്ടെ.
നിഫ്റ്റിയെ സംബന്ധിച്ച് 25,038 നമ്മുടെ POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് നിഫ്റ്റിയുടെ നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്, അല്ലെങ്കിൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്നൊക്കെ പറയാം. ഒരു അപ്സൈഡ് പ്രൊഫൈലാണ്, അപ്പിംഗ് ഒരു ഇംബാലൻസ് വന്ന ഒരു പ്രൊഫൈലാണ് നിഫ്റ്റിയിലെ. അപ്പം POC 25,032 ഭാഗത്ത് അവർ കൃത്യമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി അതിന് മുകളിൽ പോയാൽ, ഇപ്പൊ 25,030 നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി നോക്കിയാൽ 25,130 മുകളിലാണ് ഞാൻ ഇനി നിഫ്റ്റിയിൽ ബൈ എടുക്കുക. എന്താണ് 25,130 മുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എത്രയാണ് 25,130 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈ ഉള്ളൂ. കാരണം എന്നറിയാമോ, ഒന്ന് സ്പൈക്ക് ഹൈഡ് ആ ഒരു എമൗണ്ടിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈക്ക് ചാൻസ് ഉള്ളൂ. സ്പൈക്ക് റൂൾ അതാണ് പറയുന്നത്. സ്പൈക്ക് റൂൾ എന്താ പറയുന്നത്, സ്പൈക്ക് വന്നിട്ടുണ്ടോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നിൽ ബൈ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പ്രോഫിറ്റ് തരുള്ളൂ എന്നാണ് സ്പൈക്ക് പറയുന്നത്. അപ്പം 25,132 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളാം, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ് നിഫ്റ്റിയെ സംബന്ധിച്ച് 79. അപ്പൊ 25,200 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് പോകും. അതായത് 25,200 പറഞ്ഞാൽ ഈ ഒരു നമ്മളെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ് 25,200. ഇവിടെ നിന്നാണ് മാർക്കറ്റ് അടിച്ചത് ഏത് ദിവസം, നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ച. സോ 25,200 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,200 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതൽ. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് ടാർഗറ്റ് എന്നാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,200 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പഴയ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 25,280 എന്ന് പറയാം, 79 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ എന്ന ഏത് ദിവസത്തെയാണ് പറയുകയാണെങ്കിൽ ഈ ദിവസം എന്ന് പറയുമ്പോൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇത് ഏതാണ് നമുക്ക് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും. ഈ ദിവസം ഏതെന്ന് വെച്ചാൽ 1 ഒക്ടോബർ അല്ല, 1 ഒക്ടോബർ അല്ല, നമ്മളെ സംബന്ധിച്ച് 4th ഒക്ടോബർ ഫ്രൈഡേയുടെ POC ആയ 25,279 ഭാഗത്തേക്ക് പോകാം. സോ 25,132 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 25,200 ഭാഗത്ത് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 25,279 ഭാഗത്ത് പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി നമ്മളെ പഴയ വീണ്ടും പുതിയ കുപ്പിയിൽ വരും. എങ്ങനെയാണ് പുതിയ കുപ്പി വരുന്നത്, ബെയറിഷ് റഫറൻസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് അല്ലെങ്കിൽ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന രീതിയിൽ നിങ്ങളുടെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുന്നത് ഇന്നലത്തെ സിംഗിൾ പ്രിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ 25,000. സോ 25,000 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ വീണ്ടും 24,980 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ വീണ്ടും പഴയ പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് ഫസ്റ്റ് സിംഗിൾ പ്രിന്റ് ആയ ഇവിടെ വന്ന് ഫില്ല് ചെയ്യും. എവിടെയാണ് 24,923 ഭാഗത്തേക്ക് ഫസ്റ്റ് വരും. 24,920 ഭാഗത്തേക്ക് ഫസ്റ്റ് വന്ന് ഫില്ല് ചെയ്യും. 920 ആ ഭാഗത്തേക്ക് വരാം. സോ S1 എന്ന് പറഞ്ഞാൽ 24,920 ആയി. അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 24,870 ഭാഗത്ത് നമ്മുടെ നിലത്തെ വാല്യൂ ഏരിയ വേഴത്തെ വാല്യൂ ഏരിയ 24,870 ഭാഗത്ത് മാർക്കറ്റ് വരാം. ഇത് നമ്മൾ സെക്കൻഡ് ആയി. ഇനി അടുത്ത വന്ന് അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തേർഡ് എന്ന് പറഞ്ഞ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ POC ആയ വ്യാഴാഴ്ചത്തെ POC ആയ 24,800 ഭാഗത്ത് 24,800 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ 24,980 പൊട്ടുകയാണെങ്കിൽ വീണ്ടും 24,800 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടും. ക്ലിയർ ആയാലും നിങ്ങൾക്ക്. സോ 25,138 മുകളിലാണ് നിഫ്റ്റി സ്പോട്ടിൽ ബൈ ഉള്ളൂ. അത് 25,200 ഭാഗത്തേക്കും 25,279 എന്ന് പറഞ്ഞാൽ ഈ ഒരു പഴയൊരു POC അതാണ് 4th ഒക്ടോബറിലെ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി താഴേക്ക് പൊട്ടുണ്ടെങ്കിൽ 24,980 പൊട്ടുകയാണെങ്കിൽ അത് താഴേക്ക് വന്ന് സസ്റ്റെയിൻ ചെയ്ത് വരികയാണെങ്കിൽ 24,920, 24,870, 24,800 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ബാങ്ക് നിഫ്റ്റി പ്ലെയർ കഴിഞ്ഞ ആഴ്ച നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റി പ്ലെയർ അത്രയ്ക്ക് വലിയൊരു മൂവ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ കൂടി അവൻ മുകളിലോട്ട് കയറി ഒരു ബുള്ളിഷ് റഫറൻസ് കയറി 6 വരെ പോയായിരുന്നു. R2 ഒന്നും പോയിട്ടില്ല, അവൻ 6 വരെ പോയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC വന്നേക്കുന്നത് 56,150 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യണം. എന്താണ് POC ഒക്കെ ഒന്ന് ആദ്യം മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 56,150 ഭാഗത്താണ് POC. 56,150 ആണ് നമ്മുടെ POC വന്നിരിക്കുന്നത്. സോ ഞാൻ നിഫ്റ്റിക്ക് എന്താണോ പറഞ്ഞത് അതേപോലെ വാല്യൂ ഏരിയ ഹയറിലേക്ക് ടൈം ഫ്രെയിമിൽ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ പുതിയൊരു ഹൈയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 56,354 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അതായത് ഇന്നലത്തെ ഹൈക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബൈ എടുക്കാവുള്ളൂ. 56,355 മുകളിലായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു ഫ്രഷ് ബൈ. ഞാൻ 5 പോയിന്റ് മുകളിലേക്ക് ആഡ് ചെയ്തു. അതിന് മുകളിൽ ഫസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ അവ എങ്ങോട്ട് പോവാം, അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് എന്താണ് 56,000
357 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ, അതായത് 56,450 ഭാഗത്തേക്ക്, 450 അല്ല, 56,450, ക്ലിയർലി പറഞ്ഞ 56,450 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? 56,450, 56,450 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ തിക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഈ POC, ഇതാണ് കഴിഞ്ഞ ബുധനാഴ്ചത്തെ POC ആയ 56,689 ഭാഗത്തും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? 56,689 ഭാഗത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 56,355 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 56,450, 56,689 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളുക, നമ്മുടെ 56,000 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി വീണ്ടും സെല്ലിനെ കുറിച്ച്, എത്രയാണ്? 56,000 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 55,900 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എത്രയാണ്? 55,900 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അവ നമ്മളെ ഏത് ഭാഗത്തേക്ക് വരും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,753 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 55,753 ഭാഗത്തേക്ക്, 55,753 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 55,584. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,000 ഓപ്പണിംഗ് പ്രൈസ്, സിംഗിൾ പ്രിന്റ് ക്ലിയർ 55,584 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും ചാൻസ് ഉണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഇനി ഫസ്റ്റ് സെല്ലിംഗ് വരുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്. സോ ചുരുക്കി പറഞ്ഞ 56,355 മുകളിൽ ബുള്ളിഷ് റഫറൻസ് വരാം, 56,689 വരെ പോവാം. 55,900 താഴെ വീണ്ടും വേറൊരു റഫറൻസ് വന്ന് 55,550 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സിംഗിൾ പ്രിന്റുകൾ അല്ലെങ്കിൽ ഈ സിംഗിൾസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്ന് അത് ഫിനിഷ് ചെയ്യാനുള്ള ചാൻസും ആയിരിക്കും കാണുന്നത്. പിന്നെ ഈ വരാൻ പോകുന്ന നമുക്ക് തിങ്കളാഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അന്ന് വരാൻ പോകുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI-യും സർവീസസ് PMI-യും ജൂൺ മാസത്തെ റിപ്പോർട്ട് വരാനുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അത് ഉച്ചയ്ക്ക് കാലത്ത് 10 മണിക്കാണ് വരുന്നത്. വൈകിട്ട് 4:30 ആകുമ്പോൾ കറണ്ട് അക്കൗണ്ടിന്റെ പെർസെന്റേജ് ബേസ് GDP ഇല്ലേ, ആ ഡേറ്റ ഇയർ ഓൺ ഇയർ വരും. അതുകൂടാതെ കറണ്ട് അക്കൗണ്ട് USD ഇല്ലേ, ആ ഒരു ഡേറ്റ നമ്മുടെ വൈകിട്ട് RBIയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അത് വലിയ ഡേറ്റ അല്ലെങ്കിൽ കൂടി നമ്മളെ ബാങ്കിങ് ഇൻഡെക്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റും തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ആയ 25-200 ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇൻ കേസ് 25-200 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി 25-280 അല്ലെങ്കിൽ 25-400 ഭാഗത്ത് എക്സ്പയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് മന്ത്ലി വ്യൂവിൽ എനിക്ക് ഉള്ളത്. ഇല്ല 25-200 മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി വേണമെങ്കിൽ 25-200 ഭാഗത്തും അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസത്തെ POC എവിടെയാണോ കിടക്കുന്നത് ആ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് നടന്ന് POCയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ ബയേഴ്സ് ഒന്ന് പേടിക്കേണ്ട സമയമാണ്. സെല്ലേഴ്സ് നിങ്ങളെ ഈ ഒരു ബ്രിം വെച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. സോ നിങ്ങൾ 25-200 നിങ്ങളെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ ഒരു ബ്രിം പോയിന്റ്, അതിനകത്ത് നിങ്ങൾ എത്ര റൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടും. ഓപ്ഷൻ ബയേഴ്സ് എന്ത് ചെയ്യുക? ഇൻട്രാഡേ മോഡ് ചെയ്യുമ്പോൾ ഡിപ്പ് ഓൺ ബൈയിങ്ങോ അല്ലെങ്കിൽ ഒരു ഹയർ സൈഡിൽ എത്തുമ്പോൾ സെല്ലിംഗ് എടുത്ത് റിവേഴ്സ് പോഷൻ എടുക്കുന്ന കുറച്ചും കൂടെ അഭികാമ്യമാണെന്ന് എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പിൽ എനിക്ക് തോന്നുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും എനിക്ക് കോഴ്സ് എന്താണ്, കോഴ്സ് ഉണ്ടോ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കെല്ലാം കൂടി ഞാൻ പറയണേ, എനിക്ക് കോഴ്സിന് സാധനമില്ല. ഞാൻ അങ്ങനെ ആർക്കും ഒരു കോഴ്സും കൊടുക്കുന്നില്ല. ഞാൻ ആകെപ്പാടെ നിങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ ട്രേഡ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്ററിങ് പ്രോഗ്രാം മാത്രമാണ് എനിക്കുള്ളത്. കോഴ്സ് എനിക്കില്ല. അപ്പൊ ദയവേത് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യില്ല. കോഴ്സ് നിങ്ങൾ യൂട്യൂബിൽ കിടക്കുക. ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് എല്ലാം എന്റെ ചാനലിൽ വരുന്നതാണ്. അപ്പം ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാതിരിക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു.